നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആധാരം അതുപോലെ തന്നെ നികുതി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2018-19 കാലയളവിലെ നികുതി രസീറ്റ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, പെൻഷൻ അറിയിപ്പുകൾ മുതലായ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുമുമ്പായി വയനാട് നടന്ന മഹാദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ കയ്യിൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർക്ക് നൽകാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. നമ്മൾ കഴിയുന്ന ചെറിയ സംഖ്യയായാൽ പോലും നമ്മുടെ കൈയാളുന്ന ചെറിയ സംഖ്യകൾ അതിലേക്ക് അയക്കുക. അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിലേക്കോ പണം അയക്കാൻ ശ്രമിക്കുക. പല ആളുകൾക്കും 2018-19 കാലയളവിൽ നികുതി വളരെ അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ കമൻറ്റ് ബോക്സിലെല്ലാം പല ആളുകളും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പല സമയത്തും ചോദിക്കുന്നുണ്ട്. PM കിസാൻ പോലത്തെ ഗവൺമെൻറ് ലഭിക്കേണ്ട പല സേവനങ്ങൾക്കും 2018-19 കാലയളവിലെ നികുതി നമുക്ക് അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, 2017 ശേഷം നമ്മുടെ ലാൻഡ് ടാക്സ് മുഴുവൻ നമ്മൾ ഓൺലൈനായിട്ട് അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രസീത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അടച്ച ആളുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ അടച്ച അക്കൗണ്ടിലുണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ കൊല്ലവും കറക്റ്റ് അടച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് 2018-19 കിട്ടുക. അല്ലാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2018-19 അല്ലെങ്കിൽ 19-20 കാലഘട്ടങ്ങളിൽ നികുതി അടച്ചിട്ടില്ല, 2020 ഒറ്റത്തവണയായിട്ട് 3 വർഷം നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 2018-19 കാലയളവിലെ നികുതി പിന്നെ ലഭിക്കുകയില്ല. അല്ലാത്ത ആളുകൾ നമ്മൾ അടച്ചത് ഓൺലൈൻ സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയയിൽ നിന്നെല്ലാം നമ്മൾ അടച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കയ്യിലെ നികുതി കൊടുത്തു കഴിഞ്ഞാലും ആ തണ്ടപ്പേർ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോപ്പി അവർ എടുത്തു തരും. അല്ലാതെ 2020 അല്ലെങ്കിൽ 2019-20 കാലഘട്ടങ്ങളിൽ ഒറ്റത്തവണയായിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വർഷം നികുതിയും അതുപോലെ തന്നെ കുടിശ്ശിക എന്ന് പറഞ്ഞ് മാത്രമായിരിക്കും അതിൽ ഉണ്ടാവുക. അല്ലാതെ 2018-19 നികുതി നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനെ അടച്ച ആളുകൾക്ക് മാത്രം 2018-19 കാലയളവിൽ അടച്ചതെന്ന് ഉറപ്പുള്ള ആളുകൾ ഇപ്പോൾ കയ്യിലുള്ള അതിൻ്റെ കോപ്പി കയ്യിലില്ലെങ്കിൽ സാരമില്ല, ഇപ്പോൾ കയ്യിലുള്ള നികുതി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കതിൻ്റെ കോപ്പി ലഭിക്കും. അത് അവർക്ക് ഒറിജിനലായി തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. അത് എവിടെ നിന്നാണോ അടച്ചത് നമുക്കറിയാൻ സാധിക്കും. അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ അടച്ചതെന്ന് അറിയാൻ സാധിക്കും. അവിടെ നിന്ന് അതിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് ആ ആവശ്യങ്ങൾ ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. നന്ദി, നമസ്കാരം.